2025 ക്രിസ്മസ് അടുത്തു വരികയാണ്. നമ്മൾ ക്രിസ്മസിൻ്റെ തിരക്കിലാണ്. എല്ലാവരും ക്രിസ്മസ് ആഘോഷത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. അതിൻ്റെ ഒരുക്കത്തിൻ്റെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു കുഞ്ഞ് ക്രിസ്മസ് സന്ദേശം ഞാൻ നൽകുന്നത്. ഇത് നമ്മൾ ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടും ധ്യാനിച്ചിട്ടും ഉള്ള ഒരു വചനഭാഗമാണ്. ലൂക്ക 2:10 ഇങ്ങനെ പറയുന്നു: ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു എന്ന് പിറന്നിരിക്കുന്നു. ഇതാണ് സന്തോഷത്തിൻ്റെ സദ്വാർത്ത. അന്ന് ദൈവദൂതന്മാർ അട്ടിടയന്മാരെ അറിയിച്ച വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത. നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. സകല ജനത്തിനും വേണ്ടിയുള്ള ഒരു രക്ഷകൻ, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയുള്ള ഒരു രക്ഷകൻ. ഈ രക്ഷകൻ, ഇതാണ് ക്രിസ്മസിൻ്റെ മർമ്മം എന്ന് പറയുന്നത്. നമ്മുടെ രക്ഷയ്ക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. നമ്മൾ ഈ ക്രിസ്മസിൽ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമുക്കറിയാം, എല്ലാ ക്രിസ്മസിനും നമുക്ക് സമ്മാനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ? എനിക്കും എൻ്റെ ഓർമ്മയിൽ എല്ലാ ക്രിസ്മസിലും തന്നെ എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നമുക്ക് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് സമ്മാനങ്ങൾ ലഭിക്കുക എന്ന്. ഈ ക്രിസ്മസിൽ യഥാർത്ഥത്തിലുള്ള സമ്മാനം എന്താണ്? ഏറ്റവും വലിയ സമ്മാനവും ഏറ്റവും വില തീരാത്ത സമ്മാനം, ക്രിസ്മസിൻ്റെ സമ്മാനം ഈശോ തന്നെയാണ്. ഈശോയാണ് ഏറ്റവും വലിയ സമ്മാനം. ഈശോയേക്കാൾ വലിയൊരു സമ്മാനം ഇല്ല. ദൈവപിതാവിൻ്റെ സ്നേഹത്തിൻ്റെ അഗാധത വെളിപ്പെടുത്തുന്നതാണ് യേശു എന്ന മഹാദാനം. യേശു എന്ന വ്യക്തി, ആ വ്യക്തി ദൈവപിതാവിന് നമ്മളോട് ഓരോരുത്തരോടുമുള്ള വ്യക്തിപരമായ സ്നേഹത്തിൻ്റെ തെളിവാണ്. ആ സ്നേഹമാണ് യേശുവിലൂടെ നമ്മൾ അനുഭവിക്കുന്നത്. ആ യേശു രക്ഷകനായി ഈ ലോകത്തിലേക്ക് വന്നു. അതാണ് ക്രിസ്മസിൻ്റെ യഥാർത്ഥ സന്ദേശം. നമുക്ക് യേശു നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഈ ചെയ്തത് അല്ലെങ്കിൽ ചെയ്യുന്നത് എന്നൊന്ന് ചിന്തിച്ചാൽ നമുക്ക് ഇതിൻ്റെ അഗാധത മനസ്സിലാക്കാം. നമുക്കതൊന്ന് ധ്യാനിക്കണമെങ്കിലും അത് മനസ്സിലാക്കണമെങ്കിലും ഒരു ജന്മം പോരാ. അവിടുത്തെ സ്നേഹം വർണ്ണിക്കാൻ വാക്കുകൾ പോരാ, ജീവിതം തന്നെ പോരാ അല്ലേ? അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈശോയെ അറിഞ്ഞിട്ടുള്ളവരുടെ എല്ലാവരുടെയും അർത്ഥം. ഈശോയെ വ്യക്തിപരമായി നമ്മൾ അറിഞ്ഞാൽ, ആ സമ്മാനം, ആ നിധി നമ്മൾ അറിഞ്ഞാൽ, ഈ ലോകത്തിലെ മറ്റെല്ലാം ഉച്ഛിഷ്ടമായി വലിച്ചെറിഞ്ഞ് അതിൻ്റെ പിന്നാലെ പോകും. അതാണ് സെൻറ്റ് പോളിനെ പൗലോസ് സാവൂളിനെ പൗലോസാക്കി മാറ്റിയ ആ വലിയ രഹസ്യം. യേശു എന്ന മഹാനിധിയെ തിരിച്ചറിഞ്ഞപ്പോൾ, അതാരാണെന്ന് അറിഞ്ഞപ്പോൾ, യേശു നൽകുന്ന രക്ഷ എന്നറിഞ്ഞപ്പോൾ, അവനെക്കുറിച്ചുള്ള ജ്ഞാനം വലുതാകിയാൽ മറ്റെല്ലാം ഞാൻ ഉച്ഛിഷ്ടമായി കരുതുന്നു. ഫിലിപ്പിയൻസ് 3:8 പൗലോസ് അപ്പോസ്തലൻ ധൈര്യപൂർവ്വം പറയുകയാണ്. ലോകത്തോട് മുഴുവൻ പ്രഘോഷിക്കുക, ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം വലുതായാൽ മറ്റെല്ലാം എനിക്ക് ഉച്ഛിഷ്ടമാണ്. ഇത് ചരിത്രം, ഇത് 2000 വർഷത്തെ ചരിത്രത്തിൽ ആയിരക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളുടെ ജീവിതത്തെ കീഴ്മേൽ മറിച്ച ഒരു രഹസ്യമാണ്. യേശു എന്ന മഹാരഹസ്യം, യേശു എന്ന മഹാനിധി അറിയുന്തോറും അതിനുവേണ്ടി ജീവൻ അർപ്പിക്കാൻ എത്ര കോടിക്കണക്കിന് ആളുകളാണ് ഈശോയ്ക്ക് വേണ്ടി ജീവൻ അർപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ മൂല്യം തിരിച്ചറിയുമ്പോൾ, ഈ രക്ഷ, ഈ നിധിയുടെ മൂല്യം തിരിച്ചറിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒന്നുമല്ല. എൻ്റെ ജീവൻ ഏതെങ്കിലും തരത്തിൽ പ്രാധാന്യമുള്ളതാണെന്ന് ഞാൻ കരുതുന്നില്ല. വിശുദ്ധ അപ്പോസ്തലൻ പറയുകയാണ്. പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകളാണ്. അപ്പം ഇതാണ് യേശുവിനെ സ്നേഹത്തിൽ ഈശോയെ തിരിച്ചറിഞ്ഞാൽ അദ്ദേഹം വീണ്ടും പറയുകയാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും വീതിയും നീളവും ഉയരവും എല്ലാ വിശുദ്ധരോടും ഒപ്പം നിങ്ങൾക്കറിയാനിടയാകട്ടെ. അറിവിനെ അതിശയിക്കുന്ന ആ സ്നേഹം നിങ്ങളെ വിശുദ്ധീകരിക്കും. എഫേഷ്യൻസ് 3:17, 18, 19 വാക്യങ്ങളാണത്. അപ്പം നമ്മുടെ അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മെ വിശുദ്ധീകരിക്കും. അപ്പം നമ്മുടെ അറിവ് കൊണ്ട് അളക്കാൻ സാധിക്കാത്ത അഗാധമായ ഒരു രഹസ്യമാണ്, ഒരു നിധിയാണ് യേശു സ്നേഹം. ആ സ്നേഹം ക്രിസ്തു നമ്മളിൽ ഒരിക്കൽ കൂടി പിറക്കട്ടെ. ആ സ്നേഹം അതിൻ്റെ ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കട്ടെ.
ക്രിസ്തുവിനെ പറ്റി മറ്റെല്ലാം ഉച്ഛിഷ്ടമായി കരുതാൻ നമുക്കും സാധിക്കട്ടെ. ഈ രക്ഷ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കട്ടെ. ഈ ആട്ടിടയന്മാരോടൊപ്പം നമുക്കും ഈ രക്ഷ സ്വന്തമാക്കാം. അവർ ആ മലാഹമാരുടെ സന്ദേശം കേട്ടപ്പോൾ അവരെല്ലാം ഉപേക്ഷിച്ച് ഓടിപ്പോവുകയാണ്. അവർ ഈശോയെ കാണാൻ വേണ്ടി ധൃതി കൂട്ടി കാലിത്തൊഴുത്തിലേക്ക് ഓടുകയാണ്. നമുക്കും ഈശോയെ ഈ ഒരു ക്രിസ്മസിന് കർത്താവെ അങ്ങയുടെ സ്നേഹത്തിൻ്റെ അഗാധത വെളിപ്പെടുവാൻ എൻ്റെ ഹൃദയത്തിലേക്ക് ഈശോയെ കടന്നു വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരാനായിട്ട് കാത്തു നിൽക്കുന്നുണ്ട്. നമ്മുടെ ഹൃദയം സ്വന്തമാക്കാൻ, നമ്മളെ സ്വന്തമാക്കാൻ. അതിനുവേണ്ടിയാണ് ഈശോ ഈ ലോകത്തിലേക്ക് വന്നത്, രക്ഷകനായി പറഞ്ഞത്. നമ്മളെ സ്വർഗപിതാവിന് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി നമ്മളെ വീണ്ടെടുക്കാനാണ്, സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാനാണ്, സ്വർഗത്തിൻ്റെ മക്കളാക്കി നമ്മളെ മാറ്റാൻ വേണ്ടിയാണ്. ആ യേശുവിൻ്റെ ഹൃദയം, നമ്മുടെ ഹൃദയം നമുക്ക് ഈശോയ്ക്ക് തുറന്നു കൊടുക്കാം. ഈശോ നൽകുന്ന രക്ഷ നമുക്ക് സ്വന്തമാക്കാം. അതിന് നമുക്ക് സാധിക്കട്ടെ. എല്ലാവർക്കും അനുഗ്രഹം നിറഞ്ഞ നല്ല ഒരു ക്രിസ്മസ് ആശംസിക്കുന്നു.